ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു 1v1 കസ്റ്റം മാച്ചായിട്ടാണ്. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗൈസ് നമ്മുടെ ചാനലിൽ ഒരു ഫുൾ ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു മലയാളി പ്ലെയറാണ്. ഞാൻ ലോൺ വൂൾഫ് കളിച്ചപ്പോൾ റാൻഡായിട്ട് വന്ന പ്ലെയറാണ് ഗൈസ്. അപ്പോൾ ആ കളി ഞാൻ തോറ്റു, അന്തസ്സായിട്ട് തോറ്റു. അപ്പോൾ റിവെഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇമോട്ട് അടിച്ചിട്ടൊന്നുമില്ല, ലോബിയിൽ വന്ന് വെല്ലുവിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളെ ചെറിയൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഈഗോ ഉണ്ടാവില്ല ഗൈസ്. ഒരു മലയാളിയോട് കളി പൊട്ടിയപ്പോൾ, മലയാളിയോടല്ല ബംഗാളിയാണെങ്കിൽ ഞാൻ റൂമിടാനൊന്നും വിളിക്കാറില്ല ഗൈസ്. ഈ റൂം ഞാൻ റൂം കളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആ പ്ലെയറാണ് റൂം ഇട്ടത്. ഇത് ഹെഡ് ഷോട്ട് ഓൺലി കസ്റ്റമേഴ്സാണ്. നമ്മുടെ ഓപ്പോസിറ്റ് പ്ലെയറും വൺ ടാപ്പ് അടിക്കാൻ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഗൺസ് UMP MP5 ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനി അത് വെച്ച് കുത്തിപ്പിടിക്കാൻ വരുന്നത്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, വൺ ടാപ്പ് തന്നെയാണ് കളിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ആദ്യത്തെ റൗണ്ട് ആരെടുക്കും നോക്കാം. ഞാനടിച്ച് 1-2 അടി കൊണ്ടുവെന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ ഒരു അടിപൊളി ഹെഡ് ഷോട്ടും കൂടി കയറിയിട്ടുണ്ട്. ഇനി ഒരു അടിയും കൂടി കിട്ടിയാൽ ചാവുമെന്നാണ് തോന്നുന്നത്. ഓ ഗൈസ്, അത് മണ്ടത്തരായിപ്പോയി. നമ്മളൊരു ഹെഡ് ഷോട്ട് കയറിയപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ഓപ്പണിൽ നിന്ന് അടിക്കാൻ വേണ്ടി നോക്കി. ഇങ്ങനെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും ഗൈസ്. കാരണം ഞാൻ റൂം അങ്ങനെ കളിക്കുന്ന പ്ലെയറല്ല. എൻ്റെ ഫ്രണ്ട്സ് റൂം കളിക്കാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒന്നും ഞാൻ പോകാറില്ല. CS-ഉം BR-ഉം മാത്രമാണ് കളിക്കാറ്. റൂം കളിക്കുന്നത് വളരെ കുറവാണ്. പണ്ട് റൂം അത്യാവശ്യം നല്ലോണം കളിച്ചിരുന്നത്. പിന്നെ കുറേ കളിക്കാതെ ആ എയിം അങ്ങനെ അങ്ങോട്ട് പോയി. ആ ഒരു സ്മൂത്ത്നെസ് പോയി ഗൈസ്. നമ്മളൊരു അടി അടിക്കുക, ഗ്ലൂ വാൾ ഇടുക, അങ്ങനെ ആ ഒരു ഫ്രീ സ്റ്റൈൽ ആ ഒരു ഇത് പോയി. കാരണം പണ്ട് കളിക്കുന്ന കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ ഉണ്ട്. ശരിക്കും നമ്മൾ ഡെയിലി ഒരു കസ്റ്റം മാച്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്രാഫ്റ്റ് ലാൻഡെങ്കിലും കളിച്ച് നമ്മളെ ഫ്രീ സ്റ്റൈൽ സ്കിൽസ് ഇമ്പ്രൂവ് ആക്കേണ്ടതാണ്. കാരണം അത് ആ ഒരു ടച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ നല്ല പണിയാണ്. ഞാനിപ്പോൾ കിടന്ന് കാണിക്കുന്ന പോലെ ഉണ്ടാവും. സാധാരണ പണ്ടൊക്കെ ഒരു 1v1 മാച്ച് ഇത്ര ഡിലേ ആവാറില്ല. അപ്പോൾ പിന്നെ ക്രാഫ്റ്റ് ലാൻഡ് ഞാൻ കുറേ കളിച്ചിരുന്നു ഗൈസ്. പിന്നെ അത് മടുത്തു പോയ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കുറേ ഡെസേർട്ട് ഈഗിൾ വെച്ച് കുറേ ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. ഡെസേർട്ട് ഈഗിളൊന്നും കയറുന്നില്ല ഗൈസ്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പണ്ട് ഡെസേർട്ട് ഈഗിൾ മാത്രമായിരുന്നു എനിക്ക് കയറിക്കൊണ്ടിരുന്നത് ലോ ഡിവൈസിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. ആ ടൈമിൽ M18 M10 എന്ന് വെച്ച് വൺ ടാപ്പ് പോയിട്ട് ഹെഡ് ഷോട്ട് പോലും കയറാത്ത ടൈമായിരുന്നു. ഇപ്പം ഷോട്ട് ഗൺ വെച്ച് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഡെസേർട്ടിൻ്റെ ആ ഒരു ഇത് പോയി ഗൈസ്. പിന്നെ നമ്മുടെ ഓപ്പോണൻറ്റ് സാൻഡിനോ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. ഓതേ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ആദ്യത്തെ റൗണ്ട് എടുത്ത് ഡ്രോ ആക്കിയിട്ടുണ്ട്. എത്ര അടി അടിച്ചിട്ടാണ് ഗൈസ് ഒന്ന് കയറുന്നത്. വളരെ സങ്കടം ഉണ്ട് കാണുമ്പോൾ. ഈ റൗണ്ട് നമുക്ക് ആദ്യം പോയിട്ട് അവൻ്റെ സാൻഡിനോ അങ്ങോട്ട് പൊട്ടിക്കണം ഗൈസ്. ഇങ്ങനെ സാൻഡിനോ ഇട്ട് കളിച്ചാൽ അത് സീനാവും. നമ്മളാണെങ്കിൽ അലോക്ക് ഇട്ട്, പണ്ട് മുതൽ അലോക്ക് ഓൺലി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു കംഫർട്ടബിളായിട്ട് അങ്ങോട്ട് ഇട്ടതാണ്. എൻ്റെ മോനെ ഗൈസ്, നമ്മളെ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് ഈ റൗണ്ട് പോയത്. ഞാൻ ഓപ്പണിൽ കയറി ചെന്ന് ഗൈസ് ഗ്ലൂ വാൾ ഇടാതെ. ഇതാണ് റൂം കളിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. ക്ലാഷ് കോഡിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ചില ടൈമിൽ ഗ്ലൂ വാൾ ഇടാൻ മറന്നു പോകുന്നതല്ല, വേണമെന്ന് വിചാരിച്ച് ഇടാത്തതാണ്. എന്ത് പെട്ടെന്നാണ് ഗൈസ് നേരത്തെ റൗണ്ട് കഴിഞ്ഞാൽ. അതേപോലെ നമുക്ക് ഈ റൗണ്ട് തീർക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ സാൻഡിനോ പൊട്ടിക്കാൻ നോക്കിയപ്പോഴേ അവൻ ആ സാൻഡിനോ ഇട്ട് നമ്മുടെ അടുത്തോട്ട് വന്നു. ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എങ്ങനെയെങ്കിലും കളി ജയിക്കണം. കാരണം നമ്മൾ അങ്ങോട്ട് 1v1 വിളിച്ചാണ്. തോറ്റാ നാണക്കേടാണ്, ക്യാരക്ടറാണ്, അതാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും റിവെഞ്ചും കാര്യങ്ങളൊന്നും അല്ല, തോറ്റാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ലോൺ വൂൾഫിൽ തോറ്റതാണ്. ഇനിയും തോറ്റാൽ അത് നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോകും. പിന്നെ ഞാൻ ക്രാഫ്റ്റ് ലാൻഡിനെ പറ്റി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ ക്രാഫ്റ്റ് ലാൻഡ് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് M10 കൊണ്ട് വൺ ടാപ്പ് എയിമാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിർത്തി എന്താണെന്ന് വെച്ചാൽ ചില പ്ലേയേഴ്സ് കാരണമാണ്. ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ന്യൂബാക്ക് അടിക്കുകയാണ് ഗൈസ്. എന്താ വുഡ് പെക്കറോ അങ്ങനെ എന്തെങ്കിലും ഗണ്ണ് വെച്ചിട്ട് ഫുള്ള് ദൂരത്തോട്ട് ഇങ്ങനെ ന്യൂബാക്ക് അടിക്കുകയാണ്. നമ്മളടുത്തോട്ട് പോകുമ്പോൾ ഇവന്മാർ ദൂരത്തോട്ട് പോകും. പിന്നെ എങ്ങനെ കളിക്കാനാണ്? അതുകൊണ്ടാണ് ഗൈസ് ഞാൻ വെറുത്തിട്ട് അത് നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഗെയിമിലോട്ട് പോകുക. അതേ ഗൈസ്, ഒരു ഷോട്ട് കുടുങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തൊന്ന് കുടുങ്ങി. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ എടുത്ത് ഡ്രോ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഫുള്ള് ഡ്രോയിലാണ് കളി പോകുന്നത്. എന്തായാലും നമുക്ക് ഇനി ലീഡെടുത്ത് കളിക്കണം ഗൈസ്. ഇല്ലെങ്കിൽ ലാസ്റ്റ് 7-7 അല്ല 6-6 ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രഷറാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കളി എടുക്കണം. ഇപ്പോഴത്തെ റൗണ്ടിൽ ഒരു വൺ ടാപ്പ് കയറിയിട്ടുണ്ട്.
ഡെസേർട്ട് ഈഗിളിനുണ്ട്. ഈ ലെവൽ 3 ഹെൽമെറ്റ് ആയതുകൊണ്ടാണ് ഗൈസ് ഒരു ഷോട്ടിന് ചാവാത്തത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ സാൻഡിനെ പൊട്ടിക്കാനൊക്കെ പോയി. എനിക്ക് തോന്നി ഒരു ഹിറ്റ് കിട്ടിയപ്പോൾ അവൻ പെട്ടെന്ന് അവിടെ സാൻഡിനോട്ട് അങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് അത് പോയിട്ട് പൊട്ടിച്ച്. ഫുള്ള് ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് ആരെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്കിനി വളരെ ശ്രദ്ധിച്ച് ഗൈസ് അതേതാ സാധനം, അത് വിഷയമായിട്ട് തന്നെയായിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. സീന സാധനം ഗൈസ്. കളി നമ്മുടെ ട്രാക്കിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും കളി നമ്മുടെ ട്രാക്കിലാക്കണം. ഇങ്ങനെ പോയാൽ ലാസ്റ്റ് എന്തായാലും 6-6 ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ പ്രഷർ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഈ റൗണ്ട് എടുക്കാതെ നമുക്ക് വേറെ വഴിയില്ല ഗൈസ്. ഇനിയുള്ള എല്ലാ റൗണ്ടും എടുത്താലേ നമുക്ക് ഒരു സ്മൂത്തായിട്ട് അങ്ങോട്ട് ജയിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മുടെ ഓപ്പോണൻ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെ അത്ര അങ്ങോട്ട് ഈസി മാച്ചായിട്ട് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവൻ റൂമിടാൻ പറഞ്ഞപ്പോൾ കുത്തി പിടിക്കുന്നതാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ കുത്തി പിടിച്ചാലും അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല ഗൈസ്, അത് വേറെ കാര്യം. അങ്ങനെ ഈ റൗണ്ടും കൂടി നമ്മളെടുത്ത് ലീഡ് എടുത്തിട്ടുണ്ട്. സോറി, ലീഡായിട്ടില്ല ഗൈസ്, ഡ്രോ ആണ് ആയത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത റൗണ്ടും കൂടി എടുത്താൽ മാത്രമേ നമ്മൾ ലീഡാവുള്ളൂ. അപ്പോൾ അടുത്ത റൗണ്ടിലാണെങ്കിൽ വൻ കോമഡി ഗൈസ്. ഓപ്പോണൻ്റ് ഗ്ലൂ വാൾ എടുക്കാൻ മറന്നുപോയി. ഇതിനൊന്നും ഒരു മാറ്റമില്ല ഗൈസ്, എല്ലാ റൂമിലും ഉണ്ടാവും ഇങ്ങനെ. അങ്ങനെ വലിയ കാര്യത്തിൽ ഗ്ലൂ വാളൊക്കെ കൊടുത്തപ്പോഴാണ് നമ്മുടെ കയ്യിലും വേറെ ഗ്ലൂ വാളില്ല എന്നുള്ള ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പം തന്നെ ഓടി നേരെ ഡ്രോപ്പിൻ്റെ അടുത്തോട്ട് ചെന്നു. ഇതിൽ ഗ്ലൂ വാളില്ലെങ്കിൽ നമ്മുടെ ഈ റൗണ്ട് മൂഞ്ചി ഗൈസ്. എന്തോ ഭാഗ്യം ഗ്ലൂ വാളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവൻ ആ ഡ്രോപ്പ് പോയി എടുത്താൽ മതിയായിരുന്നു ഗൈസ്, അത് ഓർത്തിട്ടുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഇത്രയും കാണത്തില്ലല്ലോ ഗൈസ്. അപ്പോൾ ഒന്ന് വീഡിയോ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളൊരു അടിപൊളി ഹെഡ്ഷോട്ടും കൂടി അടിച്ച് ഈ ഗെയിമിൽ ലീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ലീഡ് നമുക്ക് നിലനിർത്തണം ഗൈസ്, എന്ത് വില കൊടുത്തും നിലനിർത്തണം, ഇല്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ അധികം ലെങ്ത് ആക്കാതെ കുറച്ച് ഹൈലൈറ്റ്സ് മാത്രം കാണാം ഗൈസ്. ഇപ്പോൾ ഫുള്ളായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും ബോറടി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രം കാണാം ഗൈസ്. വീഡിയോ ഇനിയും ലെങ്ത്ത് കൂട്ടുന്നില്ല. ഈ റൗണ്ട് കുറച്ച് നേരം ഇങ്ങനെ പോയി അടി കയറുന്നുണ്ട്. 20-50 അങ്ങനെയൊക്കെയാണ് കയറുന്നത്. ഇത് ഗൈസ് ഇപ്പോൾ നമുക്ക് നല്ല ഡാമേജ് ഇങ്ങോട്ട് കിട്ടി. ഹെൽമെറ്റൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പാക്ക് ചെയ്ത് ഹെൽമെറ്റൊക്കെ ഒന്ന് റെഡിയാക്കി മെഡൊക്കെ അടിച്ചിട്ട് പോവാം ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും ലീഡ് കിട്ടിയതാണല്ലോ, അപ്പോൾ ഓവർ കഴപ്പ് കാണിച്ച് നമുക്ക് ആ ലീഡ് അങ്ങോട്ട് കൊണ്ടുപോയി കളയണ്ടാവുന്ന. മെഡൊക്കെ അടിച്ച് മെല്ലെ കളിക്കാം. ഇത് ഒരു ഷോട്ട് കയറിയിട്ടുണ്ട്. ഇത് ലെവൽ 3 ഹെൽമെറ്റൊക്കെ ആയതുകൊണ്ടാണ് ഗൈസ് ഒറ്റയടിക്ക് അങ്ങോട്ട് ചാവാത്തത്. എൻ്റെ മോനെ അത് വിഷയമായിട്ടായിരുന്നു ഗൈസ്. ഞാൻ ഉള്ളോട്ട് കയറിപ്പോയി അപ്പം തന്നെ ബാക്കോട്ട് വന്ന് അടിക്കുന്ന ആ പ്ലെയർ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഷോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഈ റൂമിൽ നമ്മൾ ഫുള്ള് ഷോർട്ട് റേഞ്ച് ഫൈറ്റാണ് ഗൈസ്. ഞാൻ ആ പ്ലെയറിനെ കുറച്ച് ഓപ്പൺ ഏരിയയിലേക്ക് വിളിച്ച് വരുത്തി. പിന്നെ നമ്മൾ ഫുള്ള് ഷോർട്ട് റേഞ്ച് ഫൈറ്റാണ്. അല്ലാതെ എനിക്ക് വുഡ് പെക്കറൊക്കെ വെച്ച് മിഡ് റേഞ്ച് പോയി കളിക്കുന്നത് തീരെ ഇഷ്ടമല്ല ഗൈസ്. ഷോർട്ട് റേഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് കളി തീരും ചെയ്യും. പിന്നെ നമുക്ക് നല്ല മൂവ്മെൻ്റൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. മറ്റേത് ഭയങ്കര അലമ്പ് പരിപാടിയാണ്. ഞാൻ നേരത്തെ ക്രാഫ്റ്റ് ലാൻഡിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ബാക്ക് അടിച്ച് പോകും ഗൈസ്. അത് ഭയങ്കര വെറുപ്പിക്കലാണ്. അയ്യോ, അതൊരു സർപ്രൈസ് അടിയായിരുന്നു ഗൈസ്. നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആ റൗണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. 5-4 ബട്ട് സ്റ്റിൽ ലീഡിൽ തന്നെയാണ്. ഇനി ഒന്ന് നോക്കി കളിച്ചാൽ നമുക്ക് കളി എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഈ വീഡിയോ സ്ക്രിപ്റ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അല്ല ഗൈസ്. അപ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നു അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തെളിവ് സഹിതം വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും വീഡിയോ അത് വിചാരിച്ച് സ്കിപ്പ് അടിച്ച് നേരെ ബാക്കോട്ട് പോകരുത്. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോണിത് നല്ല ചെറുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റിലേക്ക് വെച്ചാൽ പ്രഷറാവും ഗൈസ്. അപ്പോൾ നമുക്കിത് ഇപ്പം തന്നെ ഒരു ഷോട്ട് കയറി, അതേപോലെ തന്നെ എനിക്കും കിട്ടി. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഷോട്ട് കയറി ഈ റൗണ്ട് എടുത്ത് 6-4 ആയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത റൗണ്ട് നമുക്ക് ലാസ്റ്റ് റൗണ്ട് ആക്കണം. അപ്പോൾ എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ ഗൈസ്. ഇനി വീഡിയോ ലെങ്ത്താക്കി, വീഡിയോ അല്ല ഗെയിം പ്ലേ ലെങ്ത്താക്കി പ്രഷറാക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല ഗൈസ്. അപ്പോൾ വീഡിയോയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനിത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറേ എണ്ണം ഇപ്പോൾ സ്കിപ്പ് അടിച്ച് വീഡിയോയുടെ എൻഡിൽ പോയി നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തെളിവ്. ആദ്യത്തെ കളി ലോൺ വുൾഫ് ഞാൻ നല്ല അന്തസ്സായിട്ട് പൊട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ പ്ലെയറിനെ ലോബിയിൽ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ രണ്ടാളും കൂടെ ഒരു മാച്ച് കളിച്ച് അത് ജയിച്ച്. അതൊരു വിഷയ മാച്ചായിരുന്നു, ഫുൾ ഹെഡ് ഷോട്ടായിരുന്നു. അപ്പോൾ മുന്നേ പോയമാരൊക്കെ അവിടെ മൂഞ്ചിരിക്കട്ടെ ഗൈസ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
നമ്മൾ ശരിക്കും ലാസ്റ്റത്തെ റൗണ്ട് ഡെസേർട്ട് വെച്ചൊരു വൺ ടാപ്പ് അടിക്കണം ഗൈസ്. അതൊരു കൂൾഡസ്റ്റ് ഓറ സംഭവമാണ്. അങ്ങനെ നടന്നാൽ അടിപൊളിയായിരിക്കും. പക്ഷേ അത് നടക്കും തോന്നുന്നില്ല. ഡെസേർട്ട് വെച്ച് തീരെ കയറുന്നില്ല റൂം മാച്ചിൽ. എന്താ അറിയുന്നില്ല, പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. എന്തായാലും സോണിപ്പെട്ടത് ഇപ്പം നമുക്ക് കുറച്ച് ഡാമേജൊക്കെ കിട്ടി. എന്തൊക്കെയായാലും കളി തീർക്കണം ഗൈസ്. വീഡിയോ മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ 19 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോണിൽ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. അപ്പം വീഡിയോ ലെങ്ത് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പെട്ടെന്ന് തന്നെ കളി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ അത് എനിമിയാണ് നമ്മളെ പിന്നാലെ നടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ അമ്മ ഹെൽമെറ്റൊക്കെ ഒരു സ്ഥിതി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരടി കിട്ടിയാൽ നമ്മൾ ചാവും ഗൈസ്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും മെഡടിച്ച് ഈ കളി എടുത്തേ പറ്റത്തുള്ളൂ. ഇതേ സോണ് നല്ല ചെറുതായിക്കൊണ്ട് വരികയാണ്. സോണ് നമുക്കാണ് ഗൈസ്. സോണ് നമ്മുടെ സൈഡിലോട്ടാണ് വരുന്നത്. ഇതേ പ്ലെയർ ഇതേ ഒരു അടിപൊളി ഹെഡ് ഷോട്ടും കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരടിയും കൂടി കിട്ടിയാൽ മതിയാകും. പക്ഷെ അവൻ ഹെൽമെറ്റ് റിപ്പയർ ചെയ്താൽ കളി ഇപ്പോഴൊന്നും തീരും തോന്നുന്നില്ല. എൻ്റെ മോനെ ഗൈസ്, ഒരേ ഒരു അടിയും കൂടി കിട്ടിയ ആ പ്ലെയർ ഇപ്പോൾ ഡൗൺ ആവും. ശരിക്കും പിന്നെ നേരത്തെ കൂടി ചത്താൽ മതി. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് ഞാൻ കൊണ്ടുപോയി കൊളാക്കുന്നത്. നമ്മളിത് എങ്ങനെയൊക്കെ മൂവ്മെൻ്റൊക്കെ ഇട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താവും അറിയത്തില്ല. സോണ് നല്ല ചെറുതായി, ഒരു കണക്കിന് മൂവ്മെൻ്റൊക്കെ ഇട്ട്. പക്ഷേ അവൻ്റെ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. എന്താ അറിയില്ല ഗൈസ്, ഗ്ലൂവാൾ ഇട്ട് ശരിയാവാനായിട്ടാണ്. സോണ് കഴിഞ്ഞ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ സോൺ എലിമിനേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ഹെഡ് ഷോട്ട് ആ എനിമിക്ക് കൊടുത്ത് ഈ കളി പൂയി അടിച്ചിട്ടുണ്ട്. 7-4 പൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തെളിവ് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.